ഏതൊരു വെബ്സൈറ്റിൻ്റെയും ബേസാണ് HTML, CSS, ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് HTML, CSS ഒക്കെ പഠിക്കാം. വെൽക്കം ബാക്ക് ടു കിടെക് ബിൽഡ് ആൻഡ് സോഫ്റ്റ്വെയർസ്. HTML പഠിക്കാൻ വേണ്ടി നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം. ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഡെസ്ക്ടോപ്പിലൊരു HTML എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓപ്പൺ ഫോൾഡർ കൊടുത്തിട്ട് അത് ഞാൻ ചൂസ് ചെയ്തു. ഇപ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആ ഫോൾഡറായിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. ഇനി ഇതിൽ ഞാനൊരു HTML index.html എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഇവിടുത്തെ ഐക്കൺസ് അറിയാമല്ലോ, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനും ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. റീഫ്രഷ്, പിന്നെ ഫോൾഡേഴ്സ് കൊളാപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളൊരു ലെഫ്റ്റ് ആരോ മാർക്കിലുള്ളൊരു ടാബ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഡോക്ക് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ടോ. അപ്പോൾ അത് ഒന്നുകിൽ എൻ്റർ അടിക്കുക അല്ലെങ്കിൽ ടാബ് അടിക്കുക. അപ്പോൾ ഏതൊരു HTMLൻ്റെയും മെയിനായിട്ടുള്ള മുകളിൽ വരുന്ന ഒരു ടാഗാണ് ഡോക്ക് ടൈപ്പ്. അത് HTML ടൈപ്പാണ് അത് സ്പെസിഫൈ ചെയ്യുന്നത്. പിന്നെ വരുന്ന HTMLൻ്റെ മെയിൻ ടാഗ്സാണ് HTML എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ്. അപ്പം HTMLൻ്റെ ഓരോ ഓപ്പൺ ടാഗ് ഉണ്ടാവും, ക്ലോസിങ് ടാഗ് ഉണ്ടാവും. ക്ലോസിങ് ടാഗ് എപ്പോഴും ഒരു സ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന മെയിൻ 2 ടാഗ്സാണ് ഹെഡ്, ബോഡി. ഇതിനെല്ലാം ഓപ്പണിങ്ങോ ആയിട്ടും ക്ലോസിങ്ങോ ആയിട്ടുള്ള ടാഗ്സ് ഉണ്ട്. എല്ലാ വെബ്സൈറ്റിനും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ടാഗ്സാണിത്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹെഡ് ടാഗ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ, അതായത് ഈ ഒരു പേജ് ഒരു വെബ്സൈറ്റിൻ്റെ ഒരു പേജാണല്ലോ. അപ്പോൾ ആ പേജിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനാണ് ഹെഡ് ടാഗിൽ ഉണ്ടാവുക. ബോഡി പാർട്ടിൽ അതിൻ്റെ കണ്ടൻറ്റ് പാർട്ട് വരുന്നത്, അതായത് കൺട്രോൾസും അതിൻ്റെ ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ബോഡി പാർട്ടിലാണ്. അപ്പോൾ ഹെഡ് പാർട്ടിൽ വരുന്ന മെയിനായിട്ടുള്ളൊരു ടാഗാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ. ഓക്കെ, പിന്നെ ബോഡി പാർട്ടിൽ വരുന്ന ഒരു ടാഗാണ് ലേബൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ലേബലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ആയിരിക്കും വരിക. ഇവിടെ index.html എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വെബ്സൈറ്റിൻ്റെയും മെയിനായിട്ടുള്ള ഒരു ഹോം പേജ് ഉണ്ടായിരിക്കും. ആ ഹോം പേജ് എന്ന് പറയുന്നത് index.html ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. റൺ എന്ന് പറഞ്ഞ മെനുവിൽ പോയിട്ട് ആഡ് കോൺഫിഗറേഷൻ കൊടുത്തിട്ട് കോൺഫിഗറേഷൻ ആഡ് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ റൺ എന്ന് പറഞ്ഞിട്ടുള്ള മെനുവിൽ പോയിട്ട് സ്റ്റാർട്ട് ഡിബഗിങ്ങോ അല്ലെങ്കിൽ റൺ വിത്തൗട്ട് ഡിബഗിങ്ങോ കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യുക, F5 കൺട്രോൾ F5 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ F5 യൂസ് ചെയ്തിട്ട് പ്രൊജക്റ്റ് റൺ ചെയ്തു. സ്റ്റോപ്പ് ചെയ്യാൻ ഒന്നുകിൽ റണ്ണിൽ പോയിട്ട് സ്റ്റോപ്പ് ഡിബഗിങ്ങോ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ റീസ്റ്റാർട്ട് ഡിബഗിങ് കൊടുക്കുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് F5 കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ടൈറ്റിൽ വന്നിട്ടുണ്ട് കീടെക് എന്ന് പറഞ്ഞിട്ടുള്ളത്, പിന്നെ നമ്മുടെ ലേബൽ വന്നിട്ടുണ്ട് ടെക്സ്റ്റ് കൊടുത്തത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഈ ടാഗ്സൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ HTML കണ്ടൻറ്റൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഒരു എക്സ്ക്ലമേഷൻ ക്യാരക്ടർ എൻ്റർ ചെയ്യുക. എന്നിട്ട് ടാബോ അല്ലെങ്കിൽ എൻ്ററോ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ, നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ ടാഗ്സും ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേറെ എക്സ്ട്രാ 2-3 പാർട്ടും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മെറ്റ എന്ന് പറയുന്നതൊക്കെ മെറ്റ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. മെറ്റ എന്ന് പറഞ്ഞാൽ ഡാറ്റ അബൌട്ട് ഡാറ്റ, അതായത് നമ്മുടെ ഈ വെബ്സൈറ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ക്യാരക്ടർ സെറ്റ് പറഞ്ഞാൽ നമ്മൾ ഈ സൈറ്റിൽ വരുന്ന കോമ്പാറ്റിബിളാവുന്ന ക്യാരക്ടേഴ്സ്. പിന്നെ അതുപോലെ വ്യൂ പോർട്ട് എന്ന് പറഞ്ഞാൽ ഡിവൈസിനെ അനുസരിച്ചിട്ട് നമുക്ക് ഓരോ സ്ക്രീനിനും മൊബൈലിലും ലാപ്ടോപ്പിലൊക്കെ ഡിഫറെൻറ്റ് സ്ക്രീൻസ് ആണല്ലോ വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിവിടെ എക്സ്ട്രാ മെറ്റൊക്കെ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്തിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബോഡിയിൽ നമ്മൾ ലേബൽ നേരത്തെ എൻ്റർ ചെയ്തു അല്ലേ. ഓക്കെ, പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടാഗ്സ് 2 വിധമുണ്ട് HTML. ഓപ്പൺ, അതായത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും വരുന്ന ഒരു ടാഗ്സ്, അതാണ് ഇത്. ഇപ്പോൾ കണ്ട എല്ലാ ടാഗ്സിനും ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ട്, പക്ഷേ ഈ മെറ്റയ്ക്കില്ല, ടൈറ്റിലിനുണ്ട്. പിന്നെ അതുപോലെ ഇതിന് വരുന്ന കുറച്ച് ടാഗ്സാണ് div ടാഗ്, അതുപോലെ സ്പാൻ ടാഗ്. ഇതിനൊക്കെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ട്. പിന്നെ നമ്മൾ ഇമേജിൻ്റെ കേസ് എടുക്കുക. ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് IMG എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ IMGക്ക് ക്ലോസിങ് ടാഗ് ഇല്ല, ഇത് ഇത്രയേ ഉള്ളൂ വരുന്നത്. പിന്നെ അതിൻ്റെ ആട്രിബ്യൂട്ട് വരുന്നത് SRC ആണ്.
അത് നമുക്ക് പഠിക്കാം. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ ഓപ്പണിങ്ങും ക്ലോസിങ്ങും വരുന്ന ഈ ഒരു ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെയും ടാഗ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, ഇന്നർ ടാഗ്സ് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇന്നർ ടാഗ്സ് വരില്ല, ഒരൊറ്റ കൺട്രോൾസ് മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് കൺട്രോൾസ് പഠിക്കാം. ഇതിൽ ബേസിക്കായിട്ട് വരുന്ന കുറച്ച് കൺട്രോൾസ്. ഇപ്പോൾ ലേബിൾ നമ്മൾ പറഞ്ഞു ടെക്സ്റ്റൊക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. ഇത് സേവ് ചെയ്തിട്ട് വേണം ബ്രൗസറിൽ റിഫ്രഷ് ചെയ്യാൻ, എന്നാലേ അത് എഫക്റ്റ് ആവുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇമേജ് ആണെങ്കിലും ഇമേജിന് നമ്മൾ സോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് അവിടെ ഡിസ്പ്ലേ ആവുള്ളൂ. ഇപ്പോൾ സോഴ്സ് എന്ന് പറയുന്നത് SRC ആട്രിബ്യൂട്ടിൻ്റെ ഉള്ളിൽ സോഴ്സ് കൊടുക്കണം. അപ്പം ഞാൻ സോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യണം, നമ്മുടെ പ്രോജക്റ്റിലേക്ക് ആഡ് ചെയ്യണം. അപ്പം ഞാൻ ഇമേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇമേജ് നമ്മൾ സാമ്പിൾ ഒരു ഇമേജ് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാലേ അത് വർക്കാവുള്ളൂ കേട്ടോ. IMG1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ SRCൻ്റെ ഉള്ളിൽ ഇമേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഫോൾഡർ നെയിം കൊടുക്കുക, സ്ലാഷ് കൊടുക്കുക. അപ്പം അവിടെ തന്നെ കാണാൻ പറ്റും. എന്നിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ കൂടിയും കൊടുക്കണം. എന്നിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് ബ്രൗസറിൽ പോയിട്ട് ഇപ്പോൾ ഫുള്ളായിട്ടുള്ള ഇമേജായിട്ട് വരിക. നമുക്ക് ഇമേജിൻ്റെ സൈസ് ഒന്ന് ശരിയാക്കാം. വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ഇവിടെ F5 അടിച്ചു കഴിഞ്ഞാൽ ഇമേജ് വന്നു. പിന്നെ നമുക്ക് പഠിക്കേണ്ട കുറച്ച് ടാഗ്സാണ് ഇൻപുട്ട്. അങ്ങനെ ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട് കേട്ടോ. ടൈപ്പ് ബട്ടൺ ടൈപ്പ് ഉണ്ട്, ചെക്ക് ബോക്സ് ഉണ്ട്, ഡേറ്റ്, ഡേറ്റ് ടൈം, ഇതൊക്കെ ഇൻപുട്ടിൻ്റെ ഇതിൽ വരുന്നതാണ്. ഫയല്, ഇമേജ്, പാസ്വേഡ്, ടെക്സ്റ്റ് ബോക്സ് ഒക്കെ വരും ഇതിൽ. അപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ടെക്സ്റ്റ് ബോക്സ് ആണ്. ഇതിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ചെക്ക് ബോക്സ് ഒന്ന് നോക്കാം. ചെക്ക് ബോക്സ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡിൻ്റെ ആ ഒരു ഫീൽഡാണ് വരിക. പിന്നെ അടുത്തൊരു കൺട്രോളർ നമുക്ക് നോക്കാനുള്ളത് P എന്ന് പറഞ്ഞിട്ടുള്ള ടാഗാണ്. P ടാഗ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ പാരഗ്രാഫൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാരഗ്രാഫിലുള്ള വലിയ ടെക്സ്റ്റൊക്കെ നമ്മൾ കൊടുത്തിട്ട് P എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആഡ് ചെയ്യണത്. ഓക്കെ, ഡിവ് ടാഗ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് നമ്മുടെ സൈറ്റിന് ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡിവിന് ഓരോ ക്ലാസ്സസൊക്കെ കൊടുത്തിട്ട് നമുക്ക് അലൈൻ ചെയ്തിട്ട് എടുക്കാം. കൺട്രോൾസൊക്കെ ഓരോ സെറ്റായിട്ട് അലൈൻ ചെയ്തിട്ടെടുക്കാം. എ ടാഗ് അത് നമ്മൾ href ആണ് അതിൻ്റെ മെയിൻ ആയിട്ട് വരുന്ന ആട്രിബ്യൂട്ട്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റെഫറൻസ് ലിങ്ക് ചെയ്യുക, വേറൊരു പേജിലേക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കാം. ലിങ്ക് 1 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കണ്ടോ ലിങ്ക്. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വർക്കാവില്ല. അപ്പോൾ നമ്മൾ hrefൻ്റെ അവിടെ നമ്മൾ വേറൊരു പേജ് കൊടുക്കണം, എന്നാലേ ആ href വർക്കാവുള്ളൂ. ഇപ്പം ഈ ലിങ്ക് ഒന്ന് സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഫയലും കൂടി ആഡ് ചെയ്യാണ്. അപ്പം പുതിയ ഫയൽ ആഡ് ചെയ്യണത് നമ്മൾ HTMLൻ്റെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പുതിയൊരു ഫയൽ ആഡ് ചെയ്യണം. ഹോം എന്ന് പറഞ്ഞിട്ട് home.html. ഇപ്പോൾ 2 ഫയലായി, ഹോമും ഇൻഡെക്സും. നേരത്തെ കൊടുത്ത പോലെ ബേസിക് ടാഗ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു ലേബൽ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ഇൻഡെക്സിൽ പോയിട്ട് ഞാൻ ഈ ഹോം ഇവിടെ റെഫർ ചെയ്യണം. home.html. ഓക്കെ, ഇനി സേവ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്തിട്ട് ഇതുണ്ടാവും, അടുത്ത പേജിലേക്ക് വന്നു. അപ്പോൾ HTML ഒരു ബേസിക് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ CSS ആണ്. അപ്പോൾ CSS എന്ന് പറയുന്നത് നമ്മുടെ ഈ HTMLൻ്റെ പേജസിന് കുറച്ച് സ്റ്റൈലും കാര്യങ്ങളൊക്കെ എഫക്റ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഒരു കാണാനൊരു നല്ല ലുക്കാക്കി മാറ്റുന്നതാണ് CSS.
അപ്പോൾ CSS കൊടുക്കാതെ തന്നെ നമുക്ക് ഈ കൺട്രോൾസിനൊക്കെ നമുക്ക് കളറിങ്ങും ഇതൊക്കെ കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റിന് ഞാൻ കുറച്ച് കളർ കൊടുക്കുകയാണ്. ചേഞ്ച് കളർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് യൂസ് ചെയ്തിട്ടാണ് കളർ കൊടുക്കുക. ഇതുണ്ടോ, ഇതിൻ്റെ കളർ ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കളർ മാത്രമല്ല, നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. പാഡിങ്, ഇമേജസിനാണെങ്കിൽ റൗണ്ട്, ഇപ്പം സ്ക്വയറിലാണല്ലോ ഇമേജ് വരുന്നത്. അപ്പോൾ ഇതിനൊരു റൗണ്ട് കൊടുക്കാൻ നമ്മൾ റേഡിയസ്, ബോർഡർ റേഡിയസ് ആണ് കൊടുക്കുന്നത്. അപ്പം ഒരു 70 px ഒക്കെ ഒരു ബോർഡർ റേഡിയസ് കൊടുത്തിട്ട് സേവ് ചെയ്ത് നോക്കിയേ. ഇപ്പം അങ്ങനെ വന്നത് ഒരു 100 ഒക്കെ സേവ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് റൗണ്ടിൽ കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് ടെക്സ്റ്റിനൊക്കെ ഒരേ കളർ കൊടുക്കണം. അപ്പോൾ രണ്ടിടത്തും പോയിട്ട് കളർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെയും കളർ സെയിം കൊടുക്കണം, അതുപോലെ തന്നെ ടെക്സ്റ്റിനും കളർ കൊടുക്കണമെങ്കിൽ ഇത് രണ്ടിടത്തും ഒരേപോലെ കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് സ്റ്റൈൽ എങ്ങനെയാണ് ആഡ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ സ്റ്റൈൽ ആഡ് ചെയ്യാൻ ഹെഡിൻ്റെ പാർട്ടിലാണ് സ്റ്റൈൽ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ അതിനെ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് യൂസ് ചെയ്തിട്ട് വേണം സ്റ്റൈൽ ആഡ് ചെയ്യണം. സ്റ്റൈലിൻ്റെ ഉള്ളിൽ നമ്മളൊരു നെയിം വെച്ചിട്ട് ഒരു സ്പെസിഫൈ ചെയ്യണം. ഇപ്പോൾ ടെക്സ്റ്റ് നെയിം, ടെക്സ്റ്റ് കളറ്. ഇപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഡോട്ട് ഇട്ടിട്ട് വേണം കൊടുക്കാൻ. ഇപ്പോൾ ഡോട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ക്ലാസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടെക്സ്റ്റ് കളർ എന്ന് പറയണത് കളറ് വയലറ്റ് കൊടുക്കാം. ഇനി ഞാൻ ഈ ലേബലിന് ടെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് നെയിം ഇത് കൊടുത്തു. ഇപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഈ ഒരു ടെക്സ്റ്റിന് ഈ ഒരു കളറായിരിക്കും കിട്ടുക. ഓക്കെ, അതുപോലെ തന്നെ സെയിം ക്ലാസ് തന്നെ നമ്മൾ ഏതൊക്കെയോ ടെക്സ്റ്റ് ഉണ്ടോ ഈ പേജിൽ അതിനൊക്കെ ഇത് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ആ ഒരു സ്റ്റൈലായിരിക്കും വരിക. ഉണ്ടോ? അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റൈൽ കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റൈൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഈ സ്റ്റൈൽസ് ഒക്കെ അതിൽ കൊണ്ടുപോയിട്ടിട്ട് അതിനെ നമുക്ക് ഈ ഹെഡ് പേജിൽ തന്നെ റെഫർ ചെയ്തിട്ട് വിളിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇതിൽ ഇത്ര കാര്യങ്ങൾ, നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു വെബ്സൈറ്റിൻ്റെ മെനൂസൊക്കെ ഹാൻഡിൽ ചെയ്യണത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റും പഠിക്കാം. അപ്പോൾ കേടെക്കിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബിഗിനേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.